വെൽക്കം ടു എ ന്യൂ വ്ലോഗ്. സന്തോഷം നോക്ക് മുഖത്തെ. ഇന്ന് ഒരു ഭൂകമ്പം ഉണ്ടാവാൻ പോവാണ് കൊച്ചിയില്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാ വർഷങ്ങൾക്ക് ശേഷം ദില്ലുവിന്റെ വാർഡ്രോബ് ഒതുക്കം പോവുകയാണ്. എല്ലാരും കൈയടിച്ച് കാണുന്നത് വർഷങ്ങളായിട്ട് ഞാൻ കാത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു, തേങ്ങ ഒരു ഉടക്കണമായിരുന്നു ഈ ഒരു ഷെൽഫ് ഒന്ന് ഒതുക്കി കിട്ടാൻ. ഞാനിത് തൊടൂല. എന്താ കാര്യം, ഞാനിത് അടുക്കി വെച്ചാല് ദില്ലുവിന് അടിയിലത്തെ ഡ്രസ്സ് തന്നെ എടുക്കണം. അപ്പൊ ഞാൻ വെച്ചോ എന്നാ ശരി തന്നെ വെച്ചോ, ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ മേളിൽ വെച്ചോ. അപ്പൊ പിന്നെ താഴെ വീണാലും തിരിച്ചെടുത്ത് കുത്തിക്കറ്റി വയ്ക്കുമല്ലോ. ഞാൻ ആദ്യമേ ഏതൊക്കെ എവിടെയാന്നൊന്ന് ഞാൻ കാര്യം പറയാം, എന്താ കാരണം തോന്നി അത് പറയാം. ഇത് എന്താ ഒതുക്കാൻ തോന്നിയെന്നുള്ള കാരണം എന്നറിയോ? കാരണം ആദ്യത്തെ എക്സാമ്പിൾ ഞാൻ പറയട്ടെ, ഇട്ടിരിക്കുന്ന ടീഷർട്ട് തന്നെ ചുളുങ്ങിയായിരിക്കുന്നത്. അതുകൊണ്ടൊന്നല്ല, അതൊന്നും എനിക്കൊരു വിഷയമല്ല. അതല്ല, മെയിൻ രണ്ട് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇത്രയും കാലം കുറെ കാലം കഴിഞ്ഞിട്ട് വീട്ടിലിരിക്കുന്നത്. ഇത്രയും ക്ലോസപ്പ് ഒന്ന് കാണിക്കട്ടെ എന്ത് ആ ഷെൽഫിന്റെ. ഓക്കെ, അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഓ, വീട്ടിലിരിക്കുന്നോണ്ടാണോ മനസ്സിലായത്? അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും യാത്രയല്ലേ, എവിടെയെങ്കിലും ഡ്രസ്സ് വാങ്ങും, ആ ഡ്രസ്സ് അടുത്ത ട്രിപ്പിന് ഉപയോഗിക്കും, അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും ഡ്രസ്സ് എടുക്കുമ്പോ തോന്നാറില്ല? ഇല്ല, ഇപ്പൊ തോന്നി ഇത്രയും ദിവസം എടുത്തു തുടങ്ങിയപ്പോ. അപ്പൊ ഇപ്പൊ ഞാൻ റെഗുലർ ആയിട്ട് വർക്ക്ഔട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിനുള്ള ഡ്രസ്സുകളൊന്നും കാണുന്നില്ല, ഇഷ്ടം മാതിരി ഉള്ളതാ. സെക്കൻഡ്ലി അടുത്ത ട്രിപ്പ് പോവാറായി, അതിനുവേണ്ടി ഞാൻ പാക്ക് ചെയ്യാൻ നോക്കിയപ്പോ ഒന്നും കാണുന്നില്ല. അതാ അടിയിൽ. അപ്പൊ അത് മാത്രല്ല, പിന്നെ നോക്കിയപ്പോ ഇതുപോലെ ടാഗ് ഒന്നും പൊട്ടിക്കാത്ത കുറെ ഡ്രസ്സുകൾ ഇരിക്കുന്നു. അപ്പൊ ഇതാണ് പ്രശ്നം പറ്റിയിരിക്കുന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓരോ സെഗ്മെന്റ് ആയിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്റെ ഷർട്ട്സിന്റെ സെക്ഷൻ ആണ്. എവിടെയാണ് ഷർട്ട്? ഇതിന്റെ ടീഷർട്ട്സ് ഒക്കെ ഇരിക്കുന്നുണ്ട്. ഇത് ആക്ച്വലി എന്റെ എല്ലാം ഇതുപോലത്തെ പ്രിന്റഡ് ഷർട്ട്സ് ആണ്. ഇതെല്ലാം ഞാൻ ആദ്യം എടുത്ത് വെളിയിലിട്ടിട്ട് ഇത് തേച്ചിട്ട് ആര് തേക്കും? പല പറയുമ്പോ തേക്കുമ്പോ അതും കൂടെ പറയണം, തേക്കുന്ന ആരാന്ന്. തേക്കുന്നത് നമ്മൾ ഇവിടുത്തെ മറ്റേ ഡോബിഡേ കൊടുക്കും, അല്ലെങ്കിൽ പാർവതിക്ക് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നടുവേന എടുക്കും. അപ്പൊ അതെ, ഈ എല്ലാ ഷർട്ട്സും ആദ്യം എടുത്ത് വെളി വെച്ചിട്ട് എല്ലാം എടുത്ത് വെളി വെച്ചിട്ട് വേണ്ടാത്തത് എത്ര ഇത് ഞാൻ തപ്പി നടക്കുമായിരുന്നു. എന്തിനാന്നറിയോ, ദുബായിലെ ഡെസേർട്ടിലിട്ട എന്റെ ബ്ലോഗ് ക്യാമല് കണ്ട, അത് ഞാൻ എവിടെയോ ഒരു സൂലം കണ്ടു പോകാൻ വേണ്ടി തപ്പിയതാ, കണ്ടില്ല. ഞാൻ വിചാരിച്ചൊന്നും ഇല്ലാന്ന്. ഇപ്പൊ എത്ര എണ്ണം നോക്ക അകത്തുനിന്ന് എടുത്ത് ഈ മറ്റേ ഏതൊരു സിനിമയിൽ കാറുന്ന ആൾക്കാർ ഇറങ്ങില്ലേ, അതുപോലെ ഇറങ്ങി തീരുന്നില്ല. നല്ല ഷർട്ട് നമ്മളെ ആനിവേഴ്സറിയിൽ ഇട്ടതാ, ബാങ്കോക്കില് കട്ട് ചെയ്ത. ഓക്കെ, അപ്പൊ ഷർട്ട്സ് ഞാൻ കൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ടോ? അയ്യോ, ദേ ആ കാറിന്റെ ഷർട്ട് ഇതന്നെ വേദുവിനും ഉണ്ട്. ഇത് മാച്ചിങ് ഒക്കെ ഇടണം എന്ന് വിചാരിച്ച. അപ്പൊ ഇതൊക്കെയാണ് എന്റെ ആക്ച്വലി ഇതേ ബാക്കിൽ ഇനിയുണ്ട്. അതല്ലേ പറഞ്ഞേ ഈസ്റ്ററിന് ഇടാൻ പറ്റിയത്. അപ്പൊ അത് ഇപ്പഴേ എടുത്ത് മാറ്റി വെച്ചെങ്കിൽ കിട്ടൂല, പിന്നെ കുഴിയിലേക്ക് പോകുന്നത്. അയ്യോ, എന്താ ഇത് ഞാനേ ഒരു തായ്ലൻഡ് ഗോവ വൈബിലുള്ള ഷർട്ട് ഇതുവരെ ഇട്ടിട്ടില്ലേ, എന്നിട്ട് ഇപ്പഴാ കാണുന്നത് ഇങ്ങനെ ഉണ്ടെന്നല്ലേ. മാത്രമല്ല ഈ ദില്ലുവിന് പഴയ കൊറേ ഷർട്ട്സ് ഉണ്ട് കേട്ടാ, അത് മോളില് വെച്ചിട്ടുണ്ട്, ഒന്നും കേറുന്നില്ല. അതാണ്. അപ്പൊ ഞാൻ ഏതെങ്കിലും ഷർട്ട് എന്നാ കേറുന്നില്ലെങ്കിൽ കളാന്ന് പറഞ്ഞാ പറയും മെലിയുമ്പിടാലോ. അങ്ങനെ പറഞ്ഞു ഇപ്പൊ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? അല്ലല്ല, അതൊക്കെ കഴിഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. ഷോ വർക്ക്ഔട്ട് ക്ലോത്ത്സ് ഒക്കെ ദേ കിടക്കുന്നത്. ഇപ്പോഴാണ് ഓരോന്നോരോന്ന് ഷർട്ടിന്റെ ഇടയിന്നൊക്കെ കിട്ടുന്നത്. ഇപ്പൊ ഇതെല്ലാം എടുത്ത് പുറത്ത് വെച്ച് മടക്കി ഇടണം. എന്തായാലും ഓരോ സെക്ഷൻസ് കാണിക്കാം. ഇതൊന്നും ഞാൻ ഇട്ടിട്ടില്ലതേ. പക്ഷെ ഞാൻ അതുകൊണ്ട് എന്താ ചെയ്തെന്നറിയോ, അതുകൊണ്ട് ഞാൻ ഇത് വേദുവിന്റെ ആണേ. വേദുവിന്റെ ഷെൽഫ് ഞാൻ ദിലുവിനെ കൊണ്ട് തൊടിയിപ്പിക്കില്ല. എന്താ കാര്യം, ഞാൻ വേദുവിന്റെ കണ്ട ഇന്ന് ദില്ലു പാന്റ് എടുത്തതാണ് ഇങ്ങനെയായ. ഞാൻ എല്ലാം ഇവിടെ യൂണിഫോം, ഇവിടെ പുറത്തിടുന്നത്, വീട്ടിലിടുന്നത്, അതല്ലാതെ വീട്ടിലിടുന്നത്. ഇത് കണ്ടോ, സോക്സ്, ഒരു ഹാപ്പി സ്റ്റോറിലെ കവറാണേ. സോക്സ് ഇതെല്ലാം ഇതിൻ്റെ അകത്ത്. പിന്നെ അവൻ്റെ അണ്ടർവെയർ ഒക്കെ ഇതിനകത്ത്. അങ്ങനെ ഓർഗനൈസ് ചെയ്ത് സെറ്റ് ചെയ്ത് വച്ച ഞാന് ദില്ലു ഒരു പാന്റ് എടുത്താൽ ഇങ്ങനെ ഇരിക്കും ഇതുപോലെ. ദില്ലുവിന്റെ ഷെൽഫ് മാരിയാവും ഇത്. ഇപ്പൊ ഈ വ്ളോഗ് എന്നെ കുറിച്ച് ആണല്ലോ. അപ്പൊ ഞാൻ കാര്യം പറഞ്ഞിട്ട്, അപ്പൊ എനിക്ക് ബേസിക്കലി വേണ്ടത് ഇനി വർക്ക്ഔട്ടിന്റെ കുറച്ച് ക്ലോത്ത്സ് ആണ് അറേഞ്ച് ചെയ്യേണ്ടത്. ഇത് ഞാൻ ആക്ച്വലി ഓരോ സെക്ഷൻസ് ആയിട്ട് നിങ്ങളെ കാണിക്കാം. ഞാനും എന്തെങ്കിലുമൊക്കെ ഇതിന്റെ ഇടയിൽ കണ്ടുപിടിക്കുമ്പോ നിങ്ങളെല്ലാം കാണിക്കാമല്ലോ. അയ്യോ,
പക്ഷെ ദില്ലുവിന്റെ ഈ ഷെൽഫ് കാരണം അതിന്റെ കുറച്ച് ചായവ് എന്റെ ഷെൽഫിലേക്കും അതേ പറയാൻ വന്നത്. നിങ്ങൾ എന്നെ കുറ്റം പറയുമ്പോ ഇത് നോക്കിക്കേ, ഭയങ്കര വെയിറ്റ് ഉള്ള സംഭവമാണ്. ഇതെല്ലാം കൂടെ ആവലാഞ്ച് ഇല്ലേ നമ്മുടെ മറ്റേ സ്വിറ്റ്സർലൻഡിലും അന്റാർട്ടിക്കയിലൊക്കെ നടക്കുന്നത്, അതുപോലെ ആയിരിക്കും ഈ ഹൈറ്റിൽ ബിക്കോസ് ഓഫ് യു. ഓക്കെ, ഞാൻ ഇത്രയും വർഷം നല്ല കുട്ടിയായിരുന്നു, പെട്ടെന്നാണ് എനിക്ക് ഈ സ്വഭാവം കിട്ടിപ്പോയത്. സമയമില്ല എനിക്ക് ഒതുക്കാൻ. ഇതിപ്പോ നമ്മള് ബാങ്കോക്ക് വാങ്ങിച്ചാ, ഞാൻ വാങ്ങിച്ച ഷർട്ടാ കണ്ട ഏറ്റവും അടി കൊണ്ടേ കുത്തി കെറ്റിരിക്കുന്നത്. നല്ലല്ലേ, നല്ലല്ലേ? അപ്പൊ ഇത് ഇട്ടാ മതി. ഇന്നോ നാളെയോ? നാളെ ഇടാം. നാളെ നമ്മള് പുറത്ത് പിന്നെ ഇത് അടുക്കിയിരിക്കുന്നത് ഒന്നും എനിക്ക് കേറാത്തോണ്ട്, അതുകൊണ്ടാണ് ഒന്നും ആരത്തെ ഇത് ഞാൻ കൊറേ നേരമായി തപ്പുന്നു. ഏറ്റവും മുകളിൽ ഇരുന്നിട്ട് ഞാൻ കണ്ടില്ല. ഇതെന്താ അവിടെ ഇവിടെ അവിടെ ഇവിടെ ഒക്കെ കുത്തി വെക്കും, ഒരു ബന്ധമില്ലാതെ ഇരിക്കുന്ന ഓരോന്ന്. ഇതിന്റെ മറ്റേ സെറ്റ് താഴെ ഇരിപ്പുണ്ട്. മാറ് കാണിച്ചു തരാം. ഇതിന് ഇങ്ങോട്ട് വാ, ഇപ്പുറത്ത് വാ. ഇതാ ഇരിക്കുന്നത് താഴെ ആ ബ്രൗൺ. ഇത് വേറെ കോഡ് സെറ്റ്. ഞാൻ പ്രിയനോട് പറഞ്ഞിട്ടുണ്ട് എല്ലാ കോഡ് സെറ്റ് ഒരുമിച്ച് വെക്കണം. എന്തോ? ആരോട്? പ്രിയനോട്. എന്നോടോ? എന്നിട്ട് എന്തിനാ പിന്നെ എന്റെ സമയം കളയാൻ വെറുതെ? പിന്നെ ഇനി അടുത്തത് ഇത് എന്റെ പാൻസിന്റെ സെക്ഷൻ ആണ്. ഇവിടെയാണ് അയ്യോ സാറിനൊക്കെ ഇത് കണ്ട, ഇതേ പറഞ്ഞത് ഇത് പൊട്ടിച്ചിട്ടില്ല. കണ്ട കിഡ്ലം പാന്റ് അല്ലേ? വെരി നൈസ്, വെരി നൈസ്. അടുത്ത ട്രിപ്പിന് വേണ്ടി അടുത്ത ട്രിപ്പിന് മുമ്പ് ഇടാം. ഇടാം. പിന്നെ നമുക്കൊരു ഇത് ചെയ്താലോ? നമുക്കൊരു ടാസ്ക് വെക്കാം. എന്റെ കബോർഡ് യു അറേഞ്ച്, ഐ വിൽ അറേഞ്ച് യുവർ കബോർഡ്. അത് വേണ്ട, എനിക്ക് ആ കൂടെ ഇത്രേ ഉള്ളൂ. പ്രിയയുടെ ആണെങ്കിൽ ഇത് മൊത്തം ഉണ്ട്. ആ കളിക്കില്ല. പിന്നെ എന്റെ ജീൻസിന് എന്താ എന്താ ഇതൊന്നും കാണാത്തത് കൊണ്ടാണ്. എന്താ അത് നമ്മൾ ഈ ട്രാവൽ ചെയ്യുമ്പോ സൂക്ഷിക്കണല്ലേ. പൈസകൾ കാണാനില്ലായിരുന്നു, അതാ ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. അതെ, ഞാൻ തന്നെ മേളിൽ വെക്കൂല. അടുത്ത ട്രിപ്പിന് പോകാനുള്ള പൈസ വേറെ കറൻസി ഒക്കെ ഇരിക്കുന്നത്. ദൈവമേ, യു ആർ ഓൺലി കീപ്പിംഗ് ഇത്ര തോട്ടിയുള്ള പൊക്കം അവിടെ കൊണ്ട് വെച്ചിട്ട് എനിക്ക് പറ്റുമോ? അത് ഓരോ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ കൊണ്ട് വെക്കുന്നതാണ്, ബാക്കി വരുമ്പോ അല്ലേ? വരുമ്പോ അല്ലേ? ദൈവമേ, ഞാൻ തുറന്നു നോക്ക്. യൂറോ എല്ലാം ഉണ്ട്. അപ്പൊ എനിക്ക് അടുത്ത ട്രിപ്പിന് പോകാനുള്ള ബഡ്ജറ്റ് ഇവിടെ തന്നെ കിട്ടും കേട്ടാ. എല്ലാ പൈസ എടുത്ത് അവിടെ എടുത്ത് മറക്കരുത് കേട്ടാ, ഇവിടെ തന്നെ ഉണ്ട്. കള്ളന്മാര് വന്നാലും അവർക്കും തായ്ഭാഗത്ത് വരെ എളുപ്പത്തിന് മനസ്സിലായി എവിടെയാ കാശ് വെച്ചിരിക്കുന്നെന്ന് അല്ലേ? അതെല്ലാ ട്രിപ്പും കഴിഞ്ഞിട്ടുള്ളൂ. അയ്യോ കൊറേ ഉണ്ട് ഇതിനകത്ത്. എന്താ ഇത്? കോയിൻസ് ഒക്കെ ഉണ്ട്. സൂക്ഷിച്ച് വെക്കും, നമുക്ക് ഇനി പോകുമ്പോ സൂക്ഷിച്ചാണല്ലോ. ഇത് എനിക്കും ഓർമ്മയില്ല. ഇന്നെ കാട്ടി സൂക്ഷ്മ എവിടെയാ? കള്ളം വന്ന് പൈസ എവിടെ ചോദിച്ചപ്പോൾ എനിക്കറിയില്ലാതെ പറയാൻ പറ്റുള്ളൂ. ഇതിനെ കാട്ടി സൂക്ഷ്മ വേറെ സ്ഥലം ഇല്ല. പിന്നെ ഇതൊക്കെ എന്റെ ജീൻസസ് ആണ്. ഇത് മറ്റേ ജപ്പാനിൽ നിന്നൊക്കെ വാങ്ങിയ അതിന്റെയും ടാഗ് ഒട്ടിച്ചിട്ടില്ല. കണ്ടോ? എന്നിട്ടാണോ യു സെഡ് യു വാണ്ട് ന്യൂ ക്ലോത്ത്സ്? ഞാൻ ഇതൊക്കെ ഉണ്ടെന്ന് അറിയണ്ടേ? അതാ പറഞ്ഞ അൽമാരി കറക്റ്റ് ആയിട്ട് ഒതുക്കിയായിരുന്നെങ്കിൽ. അതാ പറഞ്ഞേ, ഒതുക്കിക്കൂടെ? ഒരേ കളറിലെ 2 ജീൻസ്. അത് പിന്നെ കാണുമല്ലോ. അതാ പുറയിലും ഇരിക്കുന്ന അതേ കളർ. ഇതൊക്കെ എവിടുന്ന് വരുന്നു? അതാ പറഞ്ഞ കുൽജാർ സിംസിം എന്ന് പറഞ്ഞ പോലെ. പിന്നെ ഇത് എന്റെ വർക്ക്ഔട്ടിന്റെ ബാൻഡാനാസ് സംഭവം ഇതിലും ഉണ്ടല്ലോ. കാശോ? നല്ല പൊട്ടിക്കാത്തതൊക്കെ. എന്ത് ടാഗോ? ഇത് കാണിച്ചു തരാം. എന്റെ പഴയ സൈസ്. പഴയെന്ന് പറഞ്ഞാ ഇത് വേദുന്റെ ആയിരിക്കും. അല്ല, ഇതെന്റെയാ. ജയ്പൂരില് ഞാനും വേദു ഇട്ടത്. എനിക്ക് ഓർമ്മയുണ്ട്. ഷൂ ഇത്രയും മെലിഞ്ഞായിരുന്നു. 2 മാസത്തിൽ ഇതില് കേറും. ഇതിപ്പോ 2 മാസം കഴിഞ്ഞ വേദുവിന് കേറും. അപ്പോഴാണ് വലിയ പോണ. അത് സൂക്ഷിച്ച് നമുക്കൊരു കാര്യം ചെയ്യാം. ഫ്രെയിം ഏത് ഫ്രണ്ടിൽ വെച്ചാ ഡെയിലി വന്ന് കാണുമ്പോ തോന്നും അതെ, ഓ ഞാൻ ആ സൈസിലേക്ക് ആകണം എന്നൊരു ഇൻസ്പിറേഷൻ വരും. അതെ, നമുക്ക് ഫ്രെയിം ചെയ്ത് വെക്കാം കേട്ടാ. ഇത് ചില്ലിട്ട കൂട്ടിൽ 2 മാസം കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാം. പക്ഷെ എന്റെ ഇടയ്ക്ക് 1 മാസം ട്രിപ്പ് ഉണ്ടല്ലോ. അപ്പൊ അത് കഴിഞ്ഞ് വന്നിട്ട് കാണിക്കാം. അപ്പോഴേ എന്റെ വർക്ക്ഔട്ട് മുടങ്ങുന്നത്. അപ്പൊ ട്രിപ്പിന് പോകുമ്പോ കാണിക്കാം. അതെ, ഇത് ഒതുക്കുന്നത് നടക്കില്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ ഇടയിന്നൊക്കെ. ഇത് ഓർമ്മയുണ്ടോ പറയാ? ഞാൻ പണ്ട് ഏറ്റവും ഫിറ്റ് ആയിരുന്ന ടൈമില് രസം എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിങ്ങില് ഖത്തറിലെ ഒരു ജിമ്മിൽ ഇട്ടതാ. എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ബസ്സിലൊക്കെ ഇങ്ങനെ ചാടി നിൽക്കും. ഇവിടെയൊക്കെ സൽമാൻ ഖാൻ പോലെയായിരുന്നു. തിരിച്ചിടണ്ട എനിക്ക്. എന്ത് തോന്നണ്ടേ തന്നെ തോന്നുന്നു. ഇപ്പൊ ഭയങ്കര തോന്നല്ല എനിക്ക്. ഇതൊക്കെ കാണുമ്പോ തോന്നും
പിന്നെ ഏതാ നിക്കറിന്റെ ഒരു സെക്ഷനിൽ പാന്റ് ഇരിക്കുന്നു. അല്ല സോറി, ടീഷർട്ടിന്റെ സെക്ഷനിൽ പാന്റ് ഇരിക്കുന്നു. ഷോർട്സ് ആണോ അത്? പാന്റ് ഫുൾ ലെങ്തോ? ചെറുത് മാതിരി ഉണ്ട്. ഇറ്റ് ഈസ് യോഴ്സ്, നോ നോട്ട് മൈൻ. നോ. പിന്നെ ഇതൊക്കെ ഇനി എങ്ങനെ ഒതുക്കും എന്നാണ് എന്റെ ടെൻഷൻ. ഞാൻ ഒതുക്കിയിട്ടുള്ള ഒരു ഫോട്ടോ വേറെ ഏതെങ്കിലും ഒരു വ്ളോഗിൽ കാണിക്കാവേ. അതെ, കാണിക്കണം കേട്ടോ. നിങ്ങൾ എല്ലാരും ഫസ്റ്റായിട്ട് കാണണം എന്ന് പറയണേ. ദില്ലു ചേട്ടാ കാണിക്കണം ഇതെല്ലാം ഒതുക്കി കഴിഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഇതിവിടെ നടക്കില്ല. ഇവിടെ പാന്റ് ഇരിക്കുന്നു. ഇതൊന്നും എനിക്കിപ്പോ കേറില്ല. നല്ല പാന്റ് അല്ലേ? മഞ്ഞ കോഡ്രോയിഡ് ഒക്കെ. അപ്പൊ പിന്നെ അടുത്ത ട്രിപ്പിനുള്ള ഇനി എല്ലാം ആയല്ലോ. അടുത്തല്ല, എനിക്കൊന്ന് ഇനി ഒരു 5 ട്രിപ്പിനുള്ള ഡ്രസ്സും ഇതൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓരോന്ന് വീഴുന്നു. വർക്ക്ഔട്ട് ക്ലോത്ത് ഒക്കെ ഇതായിരുന്നു എന്റെ പഴയ വർക്ക്ഔട്ട് ക്ലോത്തിന്റെ സൈസ്. ചെറുതാ ഇപ്പൊ വെച്ച് നോക്കുമ്പോ. അതെ അല്ലേ? ഇപ്പൊ കേറില്ല, കീറിപ്പോ ഇപ്പൊ. എല്ലായിരുന്നു. ഇപ്പൊ എനിക്ക് ഡബിൾ എക്സൽ ആയി. അല്ല എക്സൽ ആയി ഇപ്പൊ. ജെഫറിന്റെ കൂടെ ചേർന്നാണ് ഡബിൾ എക്സൽ ആയ. ഇപ്പൊ ജെഫറിനെ വിളിക്കും നാളെ വ്ളോഗ് വരുമ്പോ. പിന്നെ ഇങ്ങനെ കാണിക്കായിരുന്ന കൊറേ കാണും. സത്യമായിട്ട് ഞാൻ പറയാലോ, വേദുവിന്റെ സ്വിം സൂട്ടിന്റെ എത്ര എവിടൊക്കെ തപ്പി കരച്ചിലും ബഹളം ഒക്കെ ആയിരുന്നു. കണ്ട അതിവിടെ പോട്ടെ. അതെ ഞാൻ പറയുന്നത്, ഏറ്റവും അടിയില് കാണിക്കുന്നില്ല. അത് ജസ്റ്റ് നമ്മുടെ കാണിക്കാൻ കൊള്ളത്തില്ല എന്ന് പറ. കാണിക്കാൻ കൊള്ളില്ല. വിന്റർ സംഭവങ്ങളൊക്കെയാണ്. വിന്റർ ക്ലോത്ത്സ് വിന്റർ ക്ലോത്ത്സ് അല്ല, വിന്റർ ക്ലോത്ത്സ് അവിടെ പെട്ടികള്. അയ്യോ, അത് കുറച്ച് ലൈക് മൂന്നാറോ പെട്ടെന്ന് എവിടെയെങ്കിലും ഒക്കെ പോണെങ്കിൽ ഉള്ള കുറച്ച് സംഭവം. ഇത് വേദുവിന്റെ ഓർമ്മയുണ്ടോ? ഇതിന്റെ ഫസ്റ്റ് ബ്രാൻഡഡ് ജാക്കറ്റാ സാറയുടെ. അത് ഇപ്പോഴും കേറും. അന്ന് അത്രയും വലുതായിരുന്നു അവന്. അല്ല, അത് അന്ന് നമ്മള് വലുത് നോക്കിയാ വാങ്ങിച്ചതും. ബിക്കോസ് അകത്ത് കുറെ ക്ലോത്ത്സ് ഇടണമല്ലോ, അപ്പൊ കേറണ്ടേ, അതുകൊണ്ടാ. അടുത്ത ട്രിപ്പിൽ ഉപയോഗിക്കാനുള്ളതാണ് ഇത്. അവന് 1 വയസ്സായപ്പോ ഇട്ടതാ അല്ലേ? നമ്മള് അനുവിന്റെ ഇന്ദ്രട്ടിന്റെ കൂടെ യൂറോപ്പിൽ പോയപ്പോ അല്ലേ? എനിക്ക് വേറൊരു കാര്യം കൂടെ കാണിച്ചു. ഞാൻ അങ്ങനെ ഡ്രോയർ വാങ്ങിച്ചു തരാം, വേണോ? ഇതിലോ എന്റെ ഡ്രസ്സുകൾ കേറില്ല. ഇതൊക്കെ ഉണ്ടല്ലോ, ഇത് നമ്മുടെ ഹണിമൂണിനെ വാങ്ങിയതാ. ബാങ്കോക്കിന്ന്. എപ്പോ? ഹണിമൂണിന് പോയപ്പോ ഫസ്റ്റ് ട്രിപ്പ്. ഒരു ബ്ലാക്ക് ടീഷർട്ടിന്റെ കൂടെ ഇടുന്നല്ലേ? ഇതുകൊണ്ട് ഈ എലിഫന്റ് പാൻസും ഉണ്ട്. ഫസ്റ്റ് ട്രിപ്പിന് ഇപ്പോഴും ലാസ്റ്റിംഗ്. എനിക്ക് ഓർമ്മയുണ്ട്. ഇതൊക്കെ തായ്ലൻഡിൽ വാങ്ങിയതാ. എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഇത് അത് ആ ഓർമ്മയ്ക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ. ഇതൊക്കെ പിന്നെ ഇതൊന്നും എനിക്ക് ഇടാൻ പറ്റാത്ത, ഇതൊക്കെ എനിക്ക് പ്രിയ വാങ്ങി തന്ന ഷോർട്സ് ആണ്. ഇതൊക്കെ കണ്ട, ഈ ബ്ലൂ, ഗ്രീന്, ബ്ലാക്ക്, ഇതൊന്നും ഇപ്പൊ കേറില്ല. എന്താ ഇടാത്ത? ഇതൊക്കെ കേറുന്നില്ല ഒന്നും. ഇത് കണ്ട, ഇത് അയ്യോ കൈ തട്ടി. ഇത് നോക്ക്, ഇതും എന്റെ ആദ്യത്തെ ഷോർട്സ്. ഇതാ ഞാൻ കാണിക്കാൻ വന്ന. ഇതിന്റെ ബാക്കി പീസ് ഇതാ എവിടെ ഇരിപ്പുണ്ട്. അത് എടുത്ത്, അത് താഴെ വീണ് പൊട്ടിയതാ. ഇത് 3 വർഷമായി. ഇത് നമ്മള് നല്ല മണമാണ്. നമ്മുടെ സ്റ്റോറിൽ കിട്ടും. ഇപ്പഴല്ല, കൊറേ നമ്മുടെ സ്റ്റോറിൽ കിട്ടും. ഇത് ആദ്യ സ്പേസിന്റെ ആണ്. ഇത് എത്ര വർഷം ഇരിക്കുന്നു കബോർഡില് അല്ലേ? ഇത് ഒരു കാര്യം ചെയ്യാം. ഇനിയിപ്പോ ഞാൻ ഒതുക്കിയിട്ടുള്ള ഒരു വീഡിയോ ഉടനെ ഞാൻ ഈ ആഴ്ച തന്നെ കാണിക്കാം. ഞാൻ അല്ല പാർവതി ആയിരിക്കും ഒതുക്കുന്നത്. ഞാൻ ഹെൽപ്പ് ചെയ്യും. ഞാനത് ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കും. പാർവതി ചെയ്യുന്ന കുറെ ഡ്രസ്സുകൾ ബാക്കി ഇങ്ങനെ വരുന്ന സംഭവങ്ങളുണ്ട്, കേറില്ല എന്ന് ഉറപ്പുള്ളത്, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഫാഷൻ ആയത്. അത് നമുക്ക് H&M കൊടുക്കാം. അപ്പൊ കൂപ്പൺ കിട്ടും. എന്നിട്ട് നമുക്ക് അടുത്ത ക്ലോത്ത്സ് അത് വെച്ച് ഡിസ്കൗണ്ട് വെച്ച് വാങ്ങാം. അതിനേക്കാളും നല്ലത് ഞാൻ ഒരു കാര്യം പറയട്ടെ. നമുക്ക് ഈ മറ്റേ ത്രിഫ്റ്റിന് കൊടുക്കാം. എന്റെ ഒന്നും ത്രിഫ്റ്റിനൊന്നും ആരും എടുക്കില്ല. ഗേൾസിനെ ത്രിഫ്റ്റിന് വിലയുള്ളൂ. ഇതുണ്ടല്ലോ, ഞാന് ജെഫ്രിനും അന്തുമായിട്ട് കോവിഡ് ടൈമിൽ ബാങ്കോക്ക് പോയില്ലേ? നമ്മളെല്ലാരും കൂടെ പോയില്ലേ? ആ വാനാറ്റം കൊണ്ട് മറ്റേ കോവിഡ് ടെസ്റ്റ് ഒക്കെ എടുക്കുമ്പോ നഴ്സുകൾ തലറിഞ്ഞ് വീഴും എന്ന് പറഞ്ഞത്. ആ ഫസ്റ്റ് ടൈമില് ഞാൻ വാങ്ങിയതാണ് ഈ ഷോർട്സും. ഇതിന്റെ തന്നെ സെയിം ടീഷർട്ടും ഉണ്ട്, കോഡ് സെറ്റ്, അണ്ടർ ആർമറിന്റെ. അത് ഇടാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ജെഫ്രി പറഞ്ഞു ഇതില് ധൈര്യത്തോടെ എടുത്താ, നമ്മൾ 1 വർഷത്തിൽ വലിയുമ്പോ ഇടാന്ന്. കണ്ട, തായ്ലൻഡിനെ എടുത്തിരിക്കുന്നത്. തായ് ബാത്ത് എഴുതിയിട്ടുണ്ട്. ഷോർട്സിന് 2000 ബാത്ത്, ടോപ്പിന് 2000 ബാത്താ. 10,000 റുപ്പീസിന്റെ. ഇതുവരെ ഇടാൻ പറ്റിയിട്ടില്ല. ഇതിന്റെ തന്നെ ടീഷർട്ട് ഇവിടെ എവിടെയോ ഉണ്ട് ഇതിനുള്ളില്. അതും തപ്പണം. ഇപ്പൊ എല്ലാം എടുത്ത് പുറത്തിട്ട് തപ്പുമ്പോ കാണാതെ പോയ സാധനങ്ങളൊക്കെ കിട്ടും അല്ലേ? അതെ.
തിരിച്ചു വെക്കുന്നുണ്ടോ? കുത്തി വെക്കുന്നത് ഇങ്ങനെ ഇതാണ് വെക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഇങ്ങനെ വെക്കും. ഇനി പറഞ്ഞു കണ്ട. ഇനിയിപ്പോ ഒതുക്കുമ്പോ ഞാൻ ടെല്ലിങ് യു വൺ തിങ്. ഫസ്റ്റ് ഒരു റോയില് ജിമ്മിലെ ഔട്ട്ഫിറ്റ്സ്, സെക്കൻഡ് റോയില് ഷോർട്സ്. ഇത് കോഡ് സെറ്റാ, പക്ഷെ ഇതിന്റെ ടോപ്പ് കിടക്കുന്ന ഇവിടെയാ. അതാ ഞാൻ പറഞ്ഞേ, സെക്കൻഡ് റോയില് ഷോർട്സ്, തേർഡ് റോല്, അങ്ങനെ ഒരു റോലായിട്ട് ഒതുക്കി വെച്ചാ തപ്പുമ്പോ കോഡ് സെറ്റിന്റെ റോ തപ്പിയാ പോരെ, ജിമ്മിന്റെ റോല് തപ്പിയാ പോരെ. നിങ്ങൾ ആർക്കെങ്കിലും നല്ല നല്ല സജഷൻസ് ഉണ്ടെങ്കിൽ പറയാ. കാരണം ഇപ്പൊ ഒതുക്കാൻ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം ഞങ്ങളുടെ പോവും. 2 ദിവസം ഒന്നുമല്ല, അതിക്കുള്ളൂ, എന്നാൽ 3 ദിവസം പോവും. അതുകൊണ്ട് സജഷൻ പറയാ. ഞാൻ എന്തായാലും ഉടനെ തന്നെ ഇതൊന്ന് ഒതുക്കിയിട്ട് കാണിക്കുന്നതായിരിക്കും. എനിക്ക് പെട്ടെന്ന് നിങ്ങളെ കാണിക്കണം എന്ന് തോന്നി. എന്തൊരു അൽമാരിയുടെ സിറ്റുവേഷൻ ട്രാവൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് വർഷങ്ങളായിട്ട് തോന്നുന്നതാണ് കാണിക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാല്ലോ. നമുക്ക് വെളിയിൽ പോവാറായി. അന്തും മേരിയാനൊക്കെ വിളിച്ചോണ്ടിരിക്കുവാണ്. ഇത് ഫുൾ ഒതുക്കി കാണിക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ ഇത് കാണുമ്പോ തന്നെ എന്റെ ഒരു നെഞ്ചൊക്കെ വേദനിക്കുന്നു. ഓ ദേ ഇരിക്കുന്നു. ഇതൊക്കെ നമ്മള് ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്ന സൺസ്ക്രീൻ ഒക്കെ ഈ മേളിൽ കുത്തിക്കെറ്റി വെക്കുന്ന എല്ലാം വെച്ച്. എന്നിട്ട് ഞാൻ ഇവിടെ ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്താ, പുതിയത് ഓർഡർ ചെയ്തു. അന്നല്ലേ ഒരു 5 എണ്ണം വാങ്ങിച്ചോണ്ട്. എത്ര സൺസ്ക്രീൻ ഉണ്ടായിരുന്നു? അത് ക്യാൻസൽ ചെയ്യാം, ആമസോണിലല്ലേ. ഇനി മറക്കില്ല, ഫേസ് വാഷും ഉണ്ട് സൺസ്ക്രീനും ഉണ്ട്. ഉപയോഗിച്ച് നോക്കിക്കോട്ടാ. എന്റെ സ്കിൻ പോലെ തിളങ്ങും നിങ്ങളുടെയൊക്കെ ബയോവെയറിന്റെ സൺസ്ക്രീൻ. ഇവിടെ കിട്ടുന്നുണ്ട് ആമസോണിൽ. അത് പിന്നെയും മേളിൽ കുത്തിക്കെറ്റി വെക്കും. ഇനി മറക്കില്ല, ഒരെണ്ണം വെളിയിൽ ഇരുന്നോട്ടെ. കഴിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി ഇതിന്റെ ഉള്ളിലൊക്കെ എക്സ്പ്ലോർ ചെയ്താൽ വേറെ പൈസ ഒക്കെ ചിലപ്പോ കിട്ടുമായിരിക്കും. ട്രാവൽ ചെയ്ത് എന്തൊക്കെയോ ഉണ്ട് ഇതിന്റെ അകത്ത്. ഓക്കെ, അപ്പൊ ഗൈസ് ജസ്റ്റ് ഒരു കാഷ്വൽ ഹോംലി വ്ളോഗ് ആയിരുന്നു. ഇത് അറേഞ്ച് ചെയ്യാനുള്ള വല്ല ടിപ്സ് ആൻഡ് ടെക്നിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരുക, കമന്റ് ചെയ്യുക. ആൻഡ് എന്നാൽ അത് കുറച്ച് ദിവസത്തേക്ക് കാണുള്ളൂ അല്ലേ? അതെ, അത് പറഞ്ഞപ്പോഴാണ് ഇത് ഞാൻ നമ്മുടെ OHF ഫ്ലീ മാർക്കറ്റിൽ ഇട്ട ഡ്രസ്. അത് പിന്നെ ഇടാൻ പറ്റില്ല, പക്ഷെ വേദുവിന്റെ ഉണ്ട്, കാലിക്കറ്റ്. ആൻഡ് നമ്മുടെ അടുത്ത OHF ഫ്ലീ മാർക്കറ്റ് മെയ് ഫസ്റ്റ് വീക്ക് ആണ് പ്ലാൻ ചെയ്യുന്നത്. അതിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഉടനെ വരും. സ്റ്റോൾസിനുള്ള ഇൻവിറ്റേഷൻ വരും. നിങ്ങളെ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ OHF ഫാമിലിനൊക്കെ പേഴ്സണലി ഇൻവൈറ്റ് ചെയ്യാനുള്ള ഒരു വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവരും വരണം. അതെ, ട്രിപ്പ് ഉണ്ട് അതിന് മുമ്പ്. ഒരുപാട് എക്സൈറ്റിംഗ് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. അപ്പൊ എന്തായാലും പ്രിയ ഇനി ഇത് ഒതുക്കുന്നതായിരിക്കും. ഞാൻ പോട്ടെ. ഞാൻ അന്തുനോട് ഒന്ന് വെളിയിൽ പോവാ, സിനിമ കാണാൻ പോവാ. ഏതാണെന്നറിയോ? മഞ്ഞുമേൽ ബോയ്സ്. ഓക്കെ ഗൈസ്, അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.